കേരളം നേരിടുന്ന സാമ്പത്തിക പ്രതിസന്ധിക്ക് കാരണം കേന്ദ്രമാണെന്ന് പറയുന്നു. കേരളത്തിന്റെ സാമ്പത്തിക അടിത്തറ ഇളകിയതിന്റെ പ്രധാന കാരണം കേന്ദ്രത്തിൽ നിന്നുള്ള കടമെടുപ്പ് പരിധി കുറച്ചതും കേന്ദ്രം കേരളത്തെ പരിഗണിക്കാത്തതുമാണ് എന്ന തരത്തിലായിരുന്നു നവകേരള സദസ്സിലടക്കം സർക്കാർ പറഞ്ഞിരുന്നത്. ഈ സാഹചര്യത്തിലാണ് പ്രധാനമന്ത്രി പങ്കെടുത്ത സംഘടനാ ചീഫ് സെക്രട്ടറിമാരുടെ മൂന്നാമത് ദേശീയ സമ്മേളനത്തിൽ വെച്ച് സംസ്ഥാനങ്ങൾ സൗജന്യമായി വാരിക്കോരി കൊടുക്കുന്നത് നിർത്തണമെന്ന സൂചന നൽകി കേന്ദ്രം. ഇതുമൂലം വലിയ സാമ്പത്തിക പ്രതിസന്ധിയാണ് നേരിട്ടുകൊണ്ടിരിക്കുന്നത്. സൗജന്യങ്ങൾ വാരിക്കോരി നൽകരുത്. കേരളത്തിലടക്കം ഇന്ത്യയിലെ ഒട്ടുമിക്ക സംസ്ഥാനങ്ങളിലും തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് പല കാര്യങ്ങളും അതത് പാർട്ടികൾ പറയാറുണ്ട്. പലതും സൗജന്യമായി ചെയ്തു കൊടുക്കാറുമുണ്ട്. അത്തരത്തിൽ സൗജന്യങ്ങളൊന്നും ഇനി വേണ്ട എന്നാണ് കേന്ദ്രം അറിയിക്കുന്നത്. ചിലവ് നിയന്ത്രിക്കാത്തതും കടമെടുപ്പ് പരിധി വർദ്ധിപ്പിച്ചതും പാകിസ്ഥാനെയും ശ്രീലങ്കയെയും വലിയ തോതിൽ ബാധിച്ചുവെന്നും വലിയ നഷ്ടങ്ങൾ ആ രാജ്യങ്ങളിൽ ഉണ്ടായി എന്നുമാണ് ഇന്ത്യൻ ധനകാര്യമന്ത്രി പറയുന്നത്. ആ ഉദാഹരണം കേരളത്തെയും ബാധിക്കുന്നതാണ്. കാരണം കേന്ദ്രം കേരളത്തിന്റെ കടമെടുപ്പ് പരിധി കുറച്ചിരുന്നു. പിന്നീട് കേരളത്തിൽ നിന്ന് നൽകിയ നിവേദനത്തിന് പുറത്ത് ആ കടമെടുപ്പ് പരിധി വെട്ടിക്കുറയ്ക്കുന്ന നിലപാട് ഒഴിവാക്കുകയായിരുന്നു കേന്ദ്രം. പിന്നീട് ചിലവ് കേരളത്തെ സംബന്ധിച്ച് വലിയ തോതിൽ കൂടുതലാണ് എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. കേരളീയവും നവകേരള സദസ്സ് പോലെയുള്ള വലിയ വലിയ പരിപാടികൾ യാതൊരു നിയന്ത്രണവുമില്ലാതെ, സാമ്പത്തികപരമായി യാതൊരു നിയന്ത്രണവുമില്ലാതെയാണ് കേരള സർക്കാർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അത്തരത്തിലുള്ള ധൂർത്തുകൾ പാടില്ല എന്നാണ് കേന്ദ്രം പറയുന്നത്. പെൺകുട്ടികളുടെ വിദ്യാഭ്യാസവും സാമൂഹ്യ ക്ഷേമവും സൗജന്യമായി നൽകാമെന്ന് കേന്ദ്രം പറയുന്നു. മറ്റൊന്നും തന്നെ സൗജന്യമായി കൊടുക്കേണ്ടതില്ല. അതിന് ഉദാഹരണമായി പറയുന്നത് വെള്ളവും വൈദ്യുതിയും സൗജന്യമായി കൊടുക്കുന്ന നിലപാട് ഒഴിവാക്കണമെന്ന് കേന്ദ്രം പറയുന്നു. അങ്ങനെ അത് വിരൽ ചൂണ്ടുന്നത് കേരളം പോലെയുള്ള സംസ്ഥാനങ്ങളിലേക്കായിരിക്കണം. കേജ്രിവാൾ ഭരിക്കുന്ന ഡൽഹിയിൽ അവർ സൗജന്യമായി വൈദ്യുതിയും വെള്ളവും കൊടുത്തിരുന്നു. ഇതൊക്കെ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് തന്നെ ആയിരിക്കണം അത്തരത്തിലുള്ള സൗജന്യങ്ങളൊന്നും വേണ്ട എന്ന് കേന്ദ്രം പറഞ്ഞത്. ഓരോ സംസ്ഥാനത്തിനെയും സാമ്പത്തിക അടിത്തറ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടായിരിക്കണം അവർ കടമെടുക്കുന്നത്, അല്ലെങ്കിൽ അവർ സൗജന്യമായി ഓരോന്നും നൽകുന്നത് എന്ന് കേന്ദ്ര ധനകാര്യ മന്ത്രാലയം പറയുന്നു. BJP ഭരിക്കാത്ത തെക്കേ ഇന്ത്യയിലെ സംസ്ഥാനങ്ങളിലെല്ലാം, കർണാടക അടക്കം കേരളം അടക്കം അത്തരത്തിലുള്ള സംസ്ഥാനങ്ങളിലെല്ലാം പൊതുജനങ്ങൾക്ക് സൗജന്യമായി പലതും കൊടുക്കാറുണ്ട്. സ്ത്രീകൾക്ക് സൗജന്യമായി ബസ്സിൽ യാത്ര ചെയ്യുക, അല്ലെങ്കിൽ സൗജന്യമായി വൈദ്യുതി, സൗജന്യമായി വെള്ളം, അത്തരത്തിലുള്ള സൗജന്യങ്ങൾ കേരളം അടക്കമുള്ള തെക്കൻ സംസ്ഥാനങ്ങളിൽ കൂടുതലായി കൊടുക്കുമ്പോൾ ഈ സംസ്ഥാനങ്ങളിലേക്ക് BJPക്ക് കടന്നു വരുവാൻ വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്നു എന്നതുകൊണ്ട് രാഷ്ട്രീയപരമായ ഒരു നീക്കമായും ഇതിനെ കാണേണ്ടതായുണ്ട്. സാധാരണക്കാരായ ജനങ്ങൾക്ക് അവർക്ക് ലഭിക്കുന്ന സമ്പത്തിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് സാധാരണക്കാരായ ജനങ്ങൾക്ക്, അല്ലെങ്കിൽ താഴേക്കിടയിൽ കഴിയുന്ന സാധാരണക്കാർക്ക് സൗജന്യമായി പല സഹായങ്ങളും നൽകുന്ന തെക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങളെ വെട്ടിലാക്കുക എന്ന ഉദ്ദേശം കൂടിയാകണം ഇത്തരത്തിലേക്കുള്ള നിലപാടിലേക്ക് കേന്ദ്ര ധനകാര്യ മന്ത്രാലയം എത്തിയത്. അല്ലെങ്കിൽ ഇത് തെക്കേ ഇന്ത്യയിലെ സംസ്ഥാനങ്ങളെ കൂടുതലായി ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള തന്ത്രപരമായ ഒരു നീക്കമാണെന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു.